മിലി, ഇത് വിദ്യാർത്ഥികളുടെ മാത്രം അവസ്ഥയല്ല എന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് വരെ എത്തിയാണ് കാരണങ്ങൾ കണ്ടെത്തി അവരെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതെന്നാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെയും വലിയ അഭിമാനത്തോടുകൂടി കാണുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നവരാണ് അമേരിക്കയിൽ താമസമാക്കിയ ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർ. അത് ആഘോഷമാക്കിയവരുമാണ്. എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ബാധിക്കുന്നത്? ആനന്ദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് ഇവിടെ പോകുന്നത്. പ്രത്യേകിച്ച് H1Bയിൽ ഭർത്താവിനൊപ്പം വന്ന ഒരു US സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പൊ അവര് കടന്നു പോകുന്ന മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആനന്ദ് ആണോ അതിനു മുമ്പ് സംസാരിച്ച ആളാണോ സൂചിപ്പിച്ചതുപോലെ 327 കുട്ടികൾക്ക് ഓൾറെഡി റിവോക്കേഷൻ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയല്ല, ഞാൻ സാമൂഹിക ഇതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെ കോൾസ് വരുന്നുണ്ട്. 1 കോടി രൂപയൊക്കെ കൊടുത്താണ് ഇവിടെ F1 വിസ ഒക്കെ എടുത്ത് ചെലവാക്കി ഇവിടെ വന്ന്, ലൈക്ക് ഹി മെൻഷൻഡ്, ഇന്റേൺഷിപ്പ് കിട്ടും, H1Bയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, പിന്നെ ഗ്രീൻ കാർഡ് കിട്ടും, എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ട് വന്നിട്ടാണ് ഇവര് പെട്ടെന്ന് റിവോക്കേഷൻ. അതും വളരെ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ടത്, റെഡ് ലൈറ്റ് കടന്നു, ആ ഒരു മൈന്യൂട്ട് ഇത് വന്നു, DMV വന്നു, അതായിരുന്നു ഒരു ഡിപ്പോർട്ടേഷന്റെ ഞാനൊരു ന്യൂസ് കേട്ടു. ആത്മഹത്യയുടെ വക്കിൽ പോലും കടന്നു പോകുന്ന കുട്ടികളുണ്ട് എന്നാണ് സംസാരത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു പറയുന്നത്. ഇതൊരു ഭയാനകമായ സിറ്റുവേഷൻ ആണ്, ഒരു പാനിക് സിറ്റുവേഷനിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പാനിക്കിന്റെ ഇത് പറയുമ്പം ഞാനും ഒരു അധ്യാപികയാണ്, ഒരു എലിമെന്ററി സ്കൂൾ അധ്യാപികയാണ്. അവിടെ H1Bക്കാരുടെ മക്കളുണ്ട്, പിന്നെ വേറെ ഹിസ്പാനിക് കുട്ടികളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓൾ ഓഫ് എ സഡൻ ഒരു 10 ഹിസ്പാനിക് കുട്ടികളുടെ അറ്റൻഡൻസ് ഇല്ല. അപ്പോഴത്തേക്ക് എല്ലാവരും പാനിക്കായി, ഡീപ്പോർട്ടഡ് ആയതാണോ. പിന്നെ കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് കണ്ട് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് കുഞ്ഞുങ്ങൾ പാനിക്കാണ്. തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ പേരൻസ് അവിടെ ഉണ്ടോ, എന്റെ പേരൻസിനെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും. ഒരുപക്ഷെ അവരുടെ വീട്ടിൽ കേൾക്കുന്ന സംസാരങ്ങളാവാം. അങ്ങനെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ശരിക്കുമുള്ള ആ മാനസികാവസ്ഥ അതിൽ നിന്ന് സംസാരിച്ച ഒരു അധ്യാപികയും കൂടിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് ഇന്ത്യക്കാരും മാത്രമല്ല മറ്റുള്ളവരും കടന്നു പോകുന്നത്. പിന്നെ വേറൊരു സെൽഫ് ഡിപ്പോർട്ടേഷൻ, ലൈക്ക് H1Bയിൽ വന്നവരുടെ കുട്ടികള് 21 വയസ്സ് കഴിഞ്ഞാൽ അവര് അഡൽട്ടായി, അവർക്ക് ഗ്രീൻ കാർഡോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് പിന്നെ ഡിപ്പെൻഡന്റ് വിസ ഇല്ല. അവരും 1.34 ലാക്സ് കുട്ടികൾ ഇവിടെ സെൽഫ് ഡിപ്പോർട്ടേഷന്റെ ഇതിൽ ഫേസ് ചെയ്യുന്നു എന്നൊരു ന്യൂസും ഞാൻ വായിച്ചു. അങ്ങനെ ഒരു വളരെ പാനിക് സിറ്റുവേഷനിലൂടെയാണ് ഇന്ത്യക്കാർ കടന്നു പോകുന്നത്. ഇതിപ്പോൾ മിലി, വിദ്യാർത്ഥികളുടെ കാര്യമാണല്ലോ പ്രാഥമികമായും സൂചിപ്പിച്ചത്. അപ്പോൾ മറ്റ് അവിടെ വർക്ക് ചെയ്യുന്നവർ, കുടുംബവുമായിട്ടൊക്കെ ഉള്ളവരുടെ കാര്യം നോക്കിയാൽ അവധിക്ക് നാട്ടിലേക്ക് വരാനുള്ള പ്ലാൻ പോലും വേണ്ട എന്ന് വെച്ച് അവിടെ തങ്ങുന്നു. കാരണം തിരിച്ചു വരാൻ പറ്റില്ലെങ്കിലോ എന്ന ആശങ്ക പോലും ഇന്ത്യൻ സമൂഹത്തെ അലട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫൊക്കാനയുടെ പ്രവർത്തക കൂടിയാണല്ലോ താങ്കൾ. തീർച്ചയായിട്ടും ഫൊക്കാനയുടെ പ്രവർത്തക എന്നുള്ള മാത്രമല്ല, ഞാൻ താമസിക്കുന്ന ഏരിയ ഞങ്ങളൊരു കുറെ IT-ക്കാരുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് നാട്ടിൽ ഒരച്ഛൻ മരിച്ചിട്ട് പോയിട്ട് പോകണം, അതുറപ്പാണ്. പക്ഷെ തിരിച്ചു വരുമോ? ഭാര്യയും മക്കളും ഇവിടെയുണ്ട്, എങ്ങനെ തിരിച്ചു വരും? അവര് ഇതൊന്നും ചെയ്തിട്ടോ ഇതൊന്നും ഇല്ല എങ്കിൽ കൂടി പോലും തിരിച്ചു കയറാൻ പറ്റുമോ? ആ ഒരു സിറ്റുവേഷനിൽ പോയ പിതാവ് മരിച്ചുപോയ മകന്റെയും ആ മകന്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥ മനസ്സിലാക്കിയാണ്. ഇപ്പൊ എന്റെ ഒരു കസിൻ ന്യൂജേഴ്സിന്ന്, മദറിനൊരു സർജറി വേണം, മേജർ സർജറി വേണം. ചേച്ചി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? തിരിച്ചു കയറാൻ പറ്റുമോ? പക്ഷെ എന്നായാലും അവര് പോവുകയാണ്, കാരണം അമ്മയുടെ സർജറിയാണ്. അങ്ങനെ എന്താ പറയുക, ഒരു അൺസർട്ടൻ സിറ്റുവേഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ PJ വിൻസെന്റ്,